നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു മഹർഷിയായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുമായിരുന്നു. അത്രയും സുന്ദരമായ ആൽമരങ്ങൾ തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ഞാനും ശ്യാമും കൂടി വെറുതെ സ്ഥലങ്ങൾ കാണാം എന്ന് കരുതി അകത്തേക്ക് കയറുകയും അങ്ങനെ ഇത്തരം ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. ഏത് സ്ഥലമാണെന്ന് ആർക്കും പറഞ്ഞു തരില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഓട്ടോമൊബൈൽ ചെയ്യുന്ന എല്ലാവരും ഇവിടെ വരും. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞു തരില്ല. രഹസ്യമായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ EV ആണ്. ഈ വില കുറഞ്ഞ EV എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ടാറ്റയ്ക്ക് വളരെ അബദ്ധം പറ്റിയാണ്. നാനോ വന്ന സമയത്ത് ചീപ്പസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു ടാഗ്ലൈൻ വന്നതോടുകൂടി ആൾക്കാർ വാങ്ങിക്കാതെ. ചീപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഈ വില കുറഞ്ഞ EV ഒരിക്കലും ചീപ്പസ്റ്റ് അല്ല. അതായത് നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലോ ഒരിക്കലും ചീപ്പസ്റ്റ് അല്ല. ഗംഭീരമായ നിർമ്മാണ നിലവാരവും ഗംഭീരമായ ഫീച്ചേഴ്സുമുള്ള ഏറ്റവും പുതിയ EV ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ EVയുടെ പേര് ടിയാഗോ EV എന്നാണ്. അദ്ദേഹമാണ് ഇവിടെ കിടക്കുന്നത്. ടിയാഗോ EV 2022 വിപണിയിലെത്തുകയാണ്. ഇത്രയും കാലം കൊണ്ട് 75,000 യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനെ പുതുതായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് പാടെ മാറ്റങ്ങളോട് കൂടിയ ടിയാഗോ EV ആണ്. ടിയാഗോയുടെ കാര്യം നോക്കുകയാണെങ്കിലും 10 വർഷം കൊണ്ട് ഏതാണ്ട് 7 ലക്ഷം ടിയാഗോകൾ വിട്ടുകഴിഞ്ഞു. അതിലാണ് 75,000 EV എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞ EV ആണ്. ഇതിൻ്റെ വില വെറും 7 ലക്ഷം രൂപയാണ്. എന്ന് പറയുമ്പോൾ ഈ ടിയാഗോ എന്നുള്ള വായി വരുന്നില്ല. ടിയാഗോ EVയുടെ പഴയ വില നോക്കുകയാണെങ്കിൽ അത് 8 ലക്ഷം രൂപയായിരുന്നു, അല്ലെങ്കിൽ 8 ലക്ഷം രൂപയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ 1 ലക്ഷം രൂപ കുറച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ 1 ലക്ഷം രൂപ കുറച്ചപ്പോഴും ധാരാളം ഫീച്ചേഴ്സ് ആഡ് ചെയ്തു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2 എയർ ബാഗ് ആയിരുന്നു, ഇപ്പോൾ 6 എയർ ബാഗായി. അത്തരത്തിലുള്ള പല മാറ്റങ്ങൾ, 360 ഡിഗ്രി ക്യാമറ, അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് പോലും 1 ലക്ഷം രൂപ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില എന്ന് പറയുന്നത് 9.99 ലക്ഷം രൂപയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വില ഇട്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ പറഞ്ഞു കാണും. എന്തായിരിക്കും വെച്ചാൽ കോമറ്റ് വേണമെന്ന് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കോമറ്റിൻ്റെ വില 10 ലക്ഷം മുകളിലേക്ക് പോകും. പക്ഷേ ഇതിൻ്റെ വില 10 ലക്ഷത്തിന് തൊട്ട് താഴെ 1000 രൂപ കുറച്ച് നിലനിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള EV ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്തെങ്കിലും കാര്യമായ രീതിയിൽ അതിൻ്റെ വലിപ്പം കൂടിയോ ഒന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഏതാണ്ട് റേഞ്ചൊക്കെ ഒരേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങൾ വരുത്തുകയും 1 ലക്ഷം രൂപ കുറയ്ക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യമുള്ളത്, ടാറ്റയുടെ എല്ലാ EVകൾക്കും ഇനി മുതൽ ലൈഫ് ടൈം വാറൻറ്റിയാണ്, ബാറ്ററി വാറൻറ്റിയാണ്. അത് തുടങ്ങാൻ പോകുന്നത് ഈ ടിയാഗോ EVയിലാണ്. ഇവിടെ തൊട്ട് മേലോട്ടുള്ള എല്ലാ EVകളുടെയും ലൈഫ് ടൈം വാറൻറ്റി അതും കൂടി കമ്പനി ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ ടിയാഗോ EVയുടെ ഏറ്റവും പുതിയ മോഡലിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും ആൽമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും സ്വാഗതം. അപ്പോൾ എന്തായാലും റേഞ്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 293 226 കരുതരുത്. ഒരല്പം റേഞ്ച് കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ബാറ്ററി പാക്കുള്ള മോഡലിന്. അതായത് 24 കിലോ വാട്ടുള്ള ബാറ്ററി പാക്കിൻ്റെ മോഡലിൽ 293 റേഞ്ച് 285 ഒന്ന് കുറയുകയാണ് ചെയ്തത്. പക്ഷേ 19.2 കിലോ വാട്ടിൻ്റെ ആ ബാറ്ററി പാക്കുള്ള മോഡലിൽ 223 റേഞ്ച് 226 ആവുകയും ചെയ്തു. 3 കിലോമീറ്ററാണ് അതിൽ വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടായ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ മോട്ടറിലോ അല്ലെങ്കിൽ ബാറ്ററിയിലോ മാറ്റം വരുത്താതെ തന്നെ കാലിബ്രേഷനിലൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. ഇത് 100 കിലോമീറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ ഓടിക്കണമെങ്കിൽ 18 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 30 കിലോ വാട്ടിൻ്റെ ചാർജറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 35 മിനിറ്റ് മതി നിങ്ങൾക്ക് 100% ചാർജ് ആകാനെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ഒരു റേഞ്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോമറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു ഉണ്ടല്ലോ, ശത്രു എൻ്റെ ഒരു വാഹനം കൂടിയാണത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കോമറ്റിൻ്റെ കാര്യം പറയുന്നത്. കോമറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് 230 കമ്പനി പറയുന്നതെങ്കിലും പക്ഷേ കൃത്യമായി 200 കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കോമറ്റ് എപ്പോഴും സിറ്റി കാറായിട്ട് നിലനിൽക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വളരെ ചെറിയ ടയർ സൈസാണ്. ടയർ സൈസ് അല്പം കൂടി വലുത്. ഇത് 14 ഇഞ്ചാണ്, അത് 12 ഇഞ്ചേ ഉള്ളൂ. ഈ ഒരു ടയർ സൈസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കോമറ്റും ഓടിച്ച് ദൂരെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അത്ര ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ടിയാഗോയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നതും ടയർ സൈസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഒരു പക്ക കാറിൻ്റെ രൂപഭാവങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദീർഘദൂരം ഓടിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല. അതിനാകെ ഉണ്ടായിരുന്ന തടസ്സം എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക, ചാർജ് ചെയ്യാൻ അല്പസമയം വേണമായിരുന്നു എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ അതും മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ടാറ്റ ടിയാഗോ EV മാറിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടതുമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 7 ലക്ഷം രൂപയിലേക്ക് ആരംഭിക്കുന്ന വിലയിൽ ഇപ്പോൾ ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നോക്കേണ്ട എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു നിറങ്ങൾ നല്ല നല്ല എന്താ പറയണ്ടേ,
പഞ്ചാര മിഠായി എന്നൊക്കെ പറയില്ല, നമ്മുടെ ഈ ജെംസിൻ്റെ മിഠായിയുടെ നിറങ്ങൾ പോലുള്ള നിറങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ടിയാഗോ ഇവിക്ക് വന്നിരിക്കുന്നത്. ഒരു കളിപ്പാട്ടത്തിൻ്റെ ലുക്കിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുകൊണ്ടൊരു ഗുണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇത് ഓടിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നന്ദി ഹിൽസിലേക്ക് വന്നപ്പോൾ പലരും വന്ന് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. കാരണം ഇത് വളരെ പുതിയൊരു വാഹനമായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്, അല്ലാതെ പഴയ ടിയാഗോ ആയിട്ടൊരു ബന്ധമാക്കി തോന്നില്ല. അപ്പോൾ നമ്മൾ ടിയാഗോ ആണെന്ന് പറയുമ്പോൾ ടിയാഗോ ആണോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. അതിൻ്റെ അർത്ഥം രൂപം പാടെ മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്നത് ഈ മുൻഭാഗത്ത് തന്നെയാണ്. മുൻഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് ഒരു EVയുടെ രൂപത്തിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൽ ടിയാഗോയുടെ ടാറ്റയുടെ ഈ ഒരു ലോഗോ കാണാം. അതിന് മാത്രമാണ് ഒരു വൈറ്റും ബ്ലാക്കും കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഈ ഒരു നിറത്തിൽ തന്നെ പോയിരിക്കുന്നു. താഴെയായിട്ട് എയർ ഡാം പോലൊരു ഭാഗം കൊടുത്തിരിക്കുന്നു, ഒരു നെറ്റഡ് പോലൊരു ഭാഗമാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ താഴെയായിട്ട് ഒരു എയർ ഇൻടേക്ക് പോലൊരു ഭാഗവും അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുൻഭാഗം നല്ല ഭംഗിയായിട്ടുണ്ട്. LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ റണ്ണിങ് ലാമ്പും അത് നല്ല ഭംഗിയായിട്ട് അതിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള പ്രകാശം പൊഴിക്കുന്ന ഹെഡ്ലാമ്പ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ മുൻഭാഗം പാടെ ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും ഇതിന് ആ ഒരു EVയുടെ രൂപം വന്നു. പക്ഷേ ഇതോടൊപ്പം തന്നെ നാളെ രാവിലെ നമുക്കിപ്പോൾ ഇതിൻ്റെ പെട്രോൾ അതുപോലെ CNG 2 വേർഷൻ ഓടിക്കാൻ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അന്നേരം സംസാരിക്കാം. ഏതായാലും ഇപ്പോൾ ഇതാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ ലൈനുകളോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ അത് അങ്ങനെ എന്താണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഭംഗിയുള്ള മുൻഭാഗമാണ്. ഭംഗി എന്നല്ല പറയേണ്ടത്, ഒരു വ്യത്യസ്തതയുള്ള മുൻഭാഗം എന്നാണ് പറയേണ്ടത്. പഴയ ടിയാഗോയുടെ മുൻഭാഗം എനിക്ക് അത്ര വലിയ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ രസമുണ്ട്. ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആഷ് നിറമാണ് ഈ ക്ലാഡിങ്ങിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് ആഷാണോ അതോ ചെറിയ ഗ്രീനാണെന്നൊക്കെ സംശയമുണ്ട്. എന്തായാലും അതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അലോയ് വീലല്ല, എയറോ വീൽ എന്ന് പറയാം. അതിൻ്റെ ഷേപ്പൊക്കെ രസമായിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്ത് അത് നല്ല ഭംഗിയാക്കിയിട്ടുമുണ്ട്. ഇവിടെ ടാറ്റ.EV എന്നുള്ള ആ ബാഡ്ജിങ് അത് ഗ്രീൻ നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്രീൻ തന്നെ ആയിരിക്കും. എൻ്റെ കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ സൈഡ് പ്രൊഫൈലിൽ മറ്റൊരു കാര്യം കാണുന്നത് ഈ ഒരു ഡോർ ഹാൻഡിൽ ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ടോപ്പിൻ്റെ മോഡലിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ താഴേക്കുള്ള മോഡലിലൊന്നും ഈ ഒരു സ്റ്റീൽ ഫിനിഷ് കാണാൻ സാധിക്കില്ല. താഴെയായിട്ടൊക്കെ വളരെ ചെറിയൊരു ബോഡി ലൈൻ ഉണ്ടെന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. മറ്റൊരു കാര്യമുള്ളത് എല്ലാ ടിയാഗോ EVയും എല്ലാ വേരിയൻസിനും ഇപ്പോൾ ഡ്യുവൽ ടോൺ ആണ് കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. അതായത് റൂഫ് ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കവിടെ കാണുമ്പോൾ തോന്നുന്നത് ഇത് ഫുൾ പനോരമിക് സൺറൂഫ് ആണെന്ന്. പക്ഷേ 1 ഇഞ്ച് സൺറൂഫ് കൊടുത്തിട്ടില്ല, മൊത്തം ബ്ലാക്ക് നിറം മാത്രമാണ് അവിടെ കാണാനുള്ളത്. ഏതായാലും വിൻഡോ ലൈനെല്ലാം ഫുൾ ബ്ലാക്ക് ആക്കി കൊടുത്തിരിക്കുന്നു, അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കാണുന്ന വലിയൊരു LED സ്ട്രിപ്പ് നമ്മൾ വിചാരിക്കും അത് LED സ്ട്രിപ്പാണ്, ഒരിക്കലുമല്ല. അത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് ലൈറ്റ് കത്തില്ല. അത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങളൊക്കെ കാണുന്ന LED സ്ട്രിപ്പാണ് നമ്മൾ തെറ്റിദ്ധരിക്കുമെന്നല്ലാതെ അത് ലൈറ്റ് കാണില്ല എന്നുള്ളതാണ് പരമമായ സത്യം. എന്തായാലും ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വലിയ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഷാർഫിൻ ആൻറ്റിനയും നല്ല ഭംഗിയുള്ള ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ ഒരു സിംഗിൾ വൈപ്പർ, ഡീഫോഗർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ടിയാഗോ.EV എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങിൻ്റെ ലെറ്ററിൻ്റെ ആ ഒരു ഫോണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ രസകരമായിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ബമ്പർ കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിൻഭാഗം നല്ല ഭംഗിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി ബൈജു സാർ നിങ്ങളെല്ലാവരെയും ബൂട്ട് സ്പേസ് കാണിക്കുന്നതായിരിക്കും. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. 241 ലിറ്ററാണ്. തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് എന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടമാനം വാരിക്കോരി തന്നിട്ടില്ലെന്നേ ഉള്ളൂ. മോശമില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്. അതും നല്ല ഈ ഒരു നിർമ്മാണ നിലവാരം വർദ്ധിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്കിതിൽ കാണാം. അത് നിങ്ങളൊന്ന് തുറന്ന് നോക്കി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇവിടെയൊക്കെ ചെറിയ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയിടാവുന്ന ഹുക്കും അത്തരം കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ വേണമെങ്കിൽ മറച്ചിടാം, അല്ലാതെ 60/40 ഒന്നുമല്ല. പൂർണ്ണമായിട്ടും മറച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ ഡിസൈൻ്റെ കാര്യം പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമായിട്ട് നമുക്ക് പറയാം. അതിന് പറയണ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 165 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നന്ദി ഹില്ലിൻ്റെ ഏറ്റവും മുകളിൽ വരെയൊക്കെ പോയി മോശം വഴികളും ബമ്പുകളൊക്കെ ചാടിയെങ്കിലും ഒരു തരത്തിലും അടി തട്ടുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് തോന്നിയില്ല. അപ്പോൾ ഭംഗിയുള്ള മുൻഭാഗം, അതുപോലെ തന്നെ ഭംഗിയുള്ള പിൻഭാഗം, ഇത് രണ്ടുമാണല്ലോ പ്രധാനമായിട്ടും വേണ്ടത്. രണ്ടും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പക്ഷേ ഇൻറ്റീരിയറാണ് പാടെ മാറിയിരിക്കുന്നത്. പാടെ എന്ന് വെച്ചാൽ പപ്പാടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റീരിയർ കൂടി നമുക്ക് കാണാം. മനോഹരമായ സ്ഥലമാണെങ്കിലും അവിടെ എപ്പോഴും
മുരിക്കുകളൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊതുകിൻ്റെ ശല്യം കേട്ടോ. ഭയങ്കര കൊതുകടി കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്യാം ഷൂട്ട് ചെയ്യുന്നത് കൊതുകടി കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ഹ്യുണ്ടായുടെ അതുപോലെ തന്നെ MGയുടെ ഒക്കെ ചില EVകളുടെയൊക്കെ ഉൾഭാഗത്ത് വരുമ്പോൾ ഒരു സ്മാർട്ട് ഓഫീസിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. ഏതാണ്ട് അതിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് പറയാം. അതായത് നമ്മുടെ ഗവൺമെൻറ് ഇത് പണ്ടേ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എന്തായാലും രസമുള്ള കളേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ഇവിടെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. EV എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഇളം പച്ച രൂപമൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു ആഷ് നിറം, അതിൻ്റെ താഴെ ഈ ഒരു എന്താ പറയുക, ഫാബ്രിക്കിൻ്റെ നിറം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട്. പക്ഷേ അത് പൊടിയാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇവിടെ അല്പം ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് AC വെൻ്റ് കൊടുത്തിരിക്കുന്നത്. ഷേപ്പൊക്കെ രസകരമായിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം വെച്ചാൽ ഗ്ലൗ ബോക്സ് ഇപ്പോൾ ചിൽഡായി, അതായത് തണുപ്പ് നല്ലപോലെ തണുത്തായിരിക്കുന്ന ഉൾഭാഗത്ത്. അത് നല്ല കാര്യം തീർച്ചയായിട്ടും. പിന്നെ ഇവിടെയാണ് പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത്. നിങ്ങൾ നെക്സോൺ EVയിലേക്ക് കണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ആ ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IRA എന്ന് പറയുന്ന ഇവരുടെ ആപ്പ് ഉണ്ടല്ലോ, ആപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഷെയർ മൈ ലൊക്കേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ അത് കാണാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 360 ഡിഗ്രി വ്യൂ. ഇതുകൊണ്ടില്ലേ, ഇത് നമ്മൾ മറ്റേ സുമതി വളവ് എന്നൊക്കെ പറയുന്ന സിനിമയെ കണ്ട പോലത്തെ വിഷ്വലൊക്കെ ഇപ്പോൾ ഇത് കാണുന്നത്. ടാങ് കണ്ട, ചുറ്റും ആൽമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. കണ്ട രസമുണ്ട്. നല്ല റെസൊല്യൂഷനുള്ള ഒരു ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല കാര്യമെന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടെ ഏതെങ്കിലും വാഹനം പോയി കഴിഞ്ഞാൽ നമ്മൾ അലേർട്ട് ചെയ്യുന്ന ആ സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട്. അത് കൊള്ളാം. അത്തരം കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 40+ കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. എന്ന് തന്നെയല്ല, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് വളരെ സ്പീഡുള്ള ഒരു ചിപ്പൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ വളരെ സ്പീഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഇലക്ട്രിക്കൽ സാധനങ്ങൾ അഡീഷണലായിട്ട് വന്നുകൊണ്ട് ആ ഒരു ഇലക്ട്രിക്കൽ ആർക്കിടെക്ചർ പോലുള്ള കാര്യങ്ങളിലൊക്കെ കാര്യമായ മാറ്റം ടാറ്റ വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ലാഗൊന്നും നമുക്കങ്ങനെ അനുഭവപ്പെടുന്നില്ല. അതുപോലെ ഇതിൽ പുതുതായിട്ട് ഇപ്പോൾ ഈ ഷെയർ മൈ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ജിയോ ഫെൻസിങ് വന്നിട്ടുണ്ട്. പിന്നെ വാലറ്റ് പാർക്കിംഗ് മോഡ്, അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ 7 ലക്ഷം രൂപയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റ എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവരും അനുഭവിക്കട്ടെ എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണത്. അവിടെ നമ്മൾ താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന 2 കാര്യങ്ങൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെയാണ്. അതായത് 4 മോഡ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്പ് ചെയ്ത് പോകാം, ഇത് ഡൗൺ ചെയ്തും പോകാം. അത് നമുക്ക് ഇതിനകത്ത് കാണുകയും ചെയ്യാം, നമ്മൾ ഏത് മോഡിലാണോ ഓടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. പിന്നെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു സ്വിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ്. റോട്ടറി സ്വിച്ചൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതും നല്ല രസമായിട്ട് അതിൻ്റെ ആ ഒരു പാനലൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ 2 വയർലെസ് ചാർജിങ് പാഡുകളാണ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതല്ല, അങ്ങനെ ചാർജിങ് പാഡ് കൊടുത്തിട്ടേ ഇല്ല. അതിന് പകരമായിട്ട് ഇവിടെ ഒരു 65 വാട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്, മറ്റൊരു ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് വയർലെസ് ചാർജിങ് പാഡ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ടാറ്റയുടെ ഒഫീഷ്യൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ വലിയൊരു വിഭാഗത്തിനും ഈ വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതല്ല പ്രധാനം, ഏറ്റവും ഫാസ്റ്റായിട്ട് ചാർജ് ആകുന്ന ചാർജിങ് പോർട്ട് കൊടുക്കുകയാണ് പ്രധാനം എന്നാണ് കമ്പനി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 65 വാട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചാർജ് ആവും. എന്നാൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചാടിപ്പോകാതെ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ഈ ഒരു പാഡിൽ, ഇത് കുറച്ച് ഒരു റബ്ബറൈസ്ഡ് ആണ്, അതിലങ്ങ് ഇരിക്കുകയും ചെയ്യും. അത് പറഞ്ഞപ്പോൾ സത്യമല്ല എന്ന് എനിക്കും തോന്നിപ്പോയി, സത്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന പല ചൈനീസ് ഫോണുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ടോപ്പിൻ്റെ മോഡലല്ലാതെ താഴേക്ക് വരുമ്പോഴത്തേക്കും വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ 2 സംഭവങ്ങളും അങ്ങനെ വെറുതെ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു റോട്ടറി ഗിയർ സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോട്ട് എന്ന ഒരു മോഡാണ് അഡീഷണൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഈ ഡ്രൈവിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഇടും, എന്നപ്പോൾ സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ റേഞ്ച് കുറയും. എനിക്ക് തോന്നുന്നു ഏറ്റവും അറ്റത്തേക്ക് ഡ്രൈവ് വരുന്നതായിരുന്നു നല്ലത്. അതിന് തൊട്ട് മുമ്പായിട്ട് സ്പോട്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ചങ്ങ് ഡ്രൈവിലേക്ക് ഇട്ടേനെ എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയുക എന്നല്ല, ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് കീയൊക്കെ സാധാ കീ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഡ്രൈവർ സീറ്റിന് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പാസഞ്ചർ സീറ്റിന് അതില്ല. പക്ഷേ നല്ല ഫാബ്രിക് സീറ്റാണ്, അതായത് സുഖമായിട്ടിരിക്കാം. നല്ല തൈ സപ്പോർട്ടുള്ള ഗംഭീരമായ സീറ്റെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത്രയും മനോഹരമായിട്ടുണ്ട്. സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററിയും അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോൾസ്റ്റേഴ്സും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. സുഖമായിട്ട് നിവർന്നിരുന്ന് ഓടിക്കാവുന്നൊരവസ്ഥ തരുന്നുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കുപ്പി വയ്ക്കാനുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ മൊബൈൽ വയ്ക്കാനുള്ള ഒരു ഭാഗമൊക്കെ ഉണ്ട്. നല്ല ആംറസ്റ്റും
നല്ല ഒരു തൈ സപ്പോർട്ടുള്ള ഒരു ഫാബ്രിക് ഭാഗവും അതിനുണ്ട്. കൂടാതെ അതിൻ്റെ ആ ഡോർ തുറക്കുന്ന ആ ഭാഗം അത് കണ്ടില്ലേ, ആ ഒരു ഭാഗമൊക്കെ നല്ല രസമായിട്ടുണ്ട്. ആ ഓപ്പണിങ്ങിൻ്റെ ഡോർ ഓപ്പണറിൻ്റെ ആ ഡിസൈൻ രീതിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ പറയാം. പിന്നെ മേൽഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ ഈ ഒരു ആഷ് നിറമാണ് മേൽഭാഗത്തും കൊടുത്തിരിക്കുന്നത്, വൈറ്റ് അല്ല. മൊത്തത്തിൽ ഇൻറ്റീരിയർ നിറങ്ങളുടെ ആ ഒരു ഭംഗി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സീറ്റിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്തുകയും ചെയ്യാം. പൂർണ്ണമായും പുതിയ സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അത് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതിലും കൊടുത്തിട്ടുണ്ട് Tata.ev എന്ന് പറയുന്ന ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിൽ വോളിയം കൺട്രോളൊക്കെ ആണെങ്കിൽ ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അല്പം വിട്ട് നിന്നിരുന്നതൊക്കെ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നിരിക്കുന്നു. ഹോൺ അവിടെ അഴിക്കാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇവിടെയൊക്കെ ചെറിയ എലമെൻ്റ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ കണ്ണിന് ഒട്ടും തടസ്സം വരാത്ത രീതിയിൽ അല്പം താഴ്ന്നു നിൽക്കുന്ന ഒരു 5 ഇഞ്ചിൻ്റെ സ്ക്രീൻ കാണാം. അതിൽ പല കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം 67% ആണ് ഇപ്പോൾ ബാക്കിയുള്ളത്. 132 കിലോമീറ്റർ ഓടാനുള്ളതുണ്ട്. ഈ ലെവൽ റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ ലെവലാണ് നമ്മളവിടെ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്വിച്ചിൽ അമർത്തുമ്പോൾ ആ ലെവൽ കണ്ടോ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കാണിക്കുന്നത്. ബാക്കി നല്ല റെസൊല്യൂഷനുള്ള നല്ല സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിലും ഒട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന് തടസ്സം ഉണ്ടാക്കാതെ നിൽക്കുന്നുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഫോൾഡിങ്ങും വന്നിട്ടുണ്ട്. ഫോൾഡിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വഴിയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഫോൾഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഈ സൈഡ് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്പം കൂടി സൗകര്യപ്രദമായിട്ട് ഈ സൈഡിൽ കൊടുക്കാമായിരുന്നു തോന്നുന്നു. എങ്കിൽ കുറച്ചുകൂടി എളുപ്പമായേനെ. അതുപോലെ പറയാൻ വിട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ സൈഡ് വിൻഡോസിൻ്റെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ടോഗിൾ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും വളരെ എളുപ്പം, നല്ല ഡിസൈൻ വൈസും അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മുൻഭാഗത്തിരുന്നു കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന വാഹനമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഉൾഭാഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് പിൻഭാഗത്തെ ഇരിപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൈ സപ്പോർട്ടാണ്. അതുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ഈ ഭാഗം അല്പം ഉയർന്നിരിക്കുന്നത് തൈ സപ്പോർട്ട് തരുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ആംബ്രസ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, 2 പേരിരിക്കാനാണ് കമ്പനി ഉദ്ദേശം തോന്നുന്നു. 2 ഹെഡ് റെസ്റ്റേ കൊടുത്തുള്ളൂ. അത് അല്പം ഉയർന്ന ഹെഡ് റെസ്റ്റ് പോലും അല്ല, ഇൻ്റഗ്രേറ്റ് ചെയ്ത ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. പുതുതായിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിൻഭാഗത്തെ AC വെൻറ്റുകൾ വന്നു എന്നുള്ളതാണ്. 2 AC വെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് പോലും കൊടുത്തിട്ടില്ല. എന്താണെന്നറിയില്ല, ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന ഈ ഭാഗം തുറന്നൊരു 2 ചാർജിങ് പോർട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമായിരുന്നു അത്. പക്ഷേ അത് കൊടുത്തിട്ടില്ല. സെൻട്രൽ ടണലിൽ വലിയ ഉയർച്ചയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നടുവിലാക്കിയിരുന്നാലും സുഖമായിട്ട് കാല് വെച്ചിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ 2 പോക്കറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ തോട്ട്ഫുള്ളി ചെയ്ത കാര്യങ്ങളായിട്ട് പറയാം. പിന്നെ ഒരു ചെറിയ ബോട്ടിലാണ് പിൻഭാഗത്ത് വയ്ക്കാവുന്നത്. പക്ഷേ നല്ല ആംബ്രസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ അത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒട്ടും ഉയർന്ന വിൻഡോ ലൈനൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല വിസിബിലിറ്റി പിൻഭാഗത്തിരിക്കുന്നവർക്ക് അതും കിട്ടുന്നുണ്ട്. എന്തായാലും മോശമല്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട്. ഇത് അല്പം മുന്നിലേക്കും ഇത് പിന്നിലേക്കുമാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇരിക്കുമ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, മോശമല്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വീൽ ബേസ് വെച്ചിട്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പൈസയല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ലെഗ് സ്പേസും അതുപോലെ തന്നെ ഹെഡ് സ്പേസും എല്ലാം തന്നെ കമ്പനി തരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒരു പ്ലസൻറ്റ് ഫീലാണ്. ആ ഒരു ചെറിയ ഇളം പച്ച നിറത്തിൻ്റെ ആ ഒരു ഭംഗിയിൽ നമ്മൾ സ്വയം നിർവൃതിയിൽ അങ്ങിരുന്ന് പോകും എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഇനി ഓടിച്ച് നോക്കിയാണ് വേണ്ടത്. നമ്മൾ ഓടിച്ച് നോക്കി, എങ്കിലും ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മളൊന്നും സംസാരിച്ചില്ല. അപ്പോൾ നമുക്കിനി ഇന്ന് നന്ദി ഹിൽസിലേക്കുള്ള ആ വഴിയിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ്, ഫുൾ ടൈം മഴയാണല്ലോ. ഇവിടെ എന്ത് സുഖമാണ്, ഇവിടെ മഴയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെയിലത്ത് നിൽക്കുമ്പോൾ ഒറ്റ മഴ അങ്ങോട്ട് ചെയ്തു. അതോടെ ആ വിഷമം അങ്ങ് തീർന്നു. പക്ഷേ പെട്ടെന്ന് മഴ നിൽക്കുകയും ചെയ്തു. ഇതാ മനോഹരമായ ഒരു നാട്ടിടവഴിയിലൂടെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷൂട്ട് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലോ. നമ്മളങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണിത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വളരെ ചെറിയ ഈ ഇടവഴികളിലൂടെ പോകുമ്പോൾ ഒരു ഏറ്റവും വലിയ ഗുണം അതാണല്ലോ. എന്നാലും സസ്പെൻഷൻ അടിപൊളിയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹമ്പുകളും ബമ്പുകളും ഒക്കെ ചാടി മറിഞ്ഞാണ് നമ്മൾ വന്നത്. ഒന്നും നമ്മൾ അലോസരപ്പെടുത്തുന്നില്ല. എന്തായാലും എന്താ പറയുക, ഒരു ടെക്കിൻ്റെ ഒരു ലോകമാണിതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല.
അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നുള്ളത് ടാറ്റ മോട്ടോഴ്സ് നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞാൻ ഓരോന്ന് ലിസ്റ്റ് പറയാമേ. 1, ഓട്ടോമാറ്റിക് വൈപ്പറുണ്ട്, മഴ പെയ്യുമ്പോൾ തന്നെത്താനെ അദ്ദേഹം ചലിക്കുന്നു. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുണ്ട്. പിന്നെ ഫോളോ മീ ഹോം എന്ന് പറയുന്ന ഗംഭീര സാധനം. അതായത് നമ്മൾ വാഹനം ഓഫ് ചെയ്തിട്ട് രാത്രി പോയാലും കുറച്ച് നേരത്തേക്ക് കൂടി ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും, നമുക്ക് നടന്നു പോകാനുള്ള ആ ഒരു ദൂരം തരും. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ 6 എയർ ബാഗുകൾ എല്ലാ വേരിയൻസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പിന്നെ മാൻഡേറ്ററി ആണ്, ഇപ്പോൾ എല്ലാ വാഹനങ്ങളും അത് വേണമെന്നുള്ള മസ്റ്റാണ്. പിന്നെ ABS, EBD, കോർണറിങ് സ്റ്റെബിലിറ്റി കൺട്രോള്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ വിലയാണെന്നുകൂടി ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങളിത് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ പറയാൻ വിട്ട ഒരു കാര്യമാണ്, ഒരു 4 സ്പീക്കറിൻ്റെ ഒരു സറൗണ്ട് സിസ്റ്റം ഉള്ളൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്, വയർലെസ് ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, 360 ഡിഗ്രി ക്യാമറയുണ്ട്, വാലറ്റ് മോഡുണ്ട്. അതായത് നിങ്ങളൊരു വാഹനം ഒരാളെ ഓടിക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം അധികം പോകാത്ത രീതിയിൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടി ദൂരം പോകുന്ന ഒരാളെ വേണമെങ്കിൽ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജിയോ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം മനോഹരമായ ഡ്രൈവബിലിറ്റി ഉള്ള മോട്ടറുണ്ട്. പിന്നെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ പോലെ 2 തരം ബാറ്ററി പാക്ക് ഉണ്ട്. ഒന്ന് 19.2 കിലോ വാട്ടും മറ്റൊന്ന് 24 കിലോ വാട്ടുമാണ്. ഈ ഒരു 19.2 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിൽ ഉള്ള മോട്ടർ എന്ന് പറയുന്നതിന് 61 HP ആണ് പവർ. എന്നാൽ 24 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉള്ളതിൽ 75 HP ഉണ്ട്. അതൊട്ടും മോശമല്ല, തീർച്ചയായിട്ടും മോശമല്ലാത്തൊരു പവറാണെന്ന് പറയാം. മറ്റൊരു കാര്യമുള്ളത്, അങ്ങനെ ഫുൾ പവർ നിങ്ങൾ ചവിട്ടുമ്പോഴേ കിട്ടില്ല എന്നുള്ള കാര്യമാണ്. കുറച്ച് കൺട്രോൾഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അപകടരഹിതമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുമെന്നുള്ളൊരു സത്യം ആണ് എന്നുള്ളൊരു സംശയമില്ല. അല്ലെങ്കിൽ EVകൾ ആദ്യമായിട്ട് ഓടിക്കുന്നവരൊന്ന് കാല് കൊടുക്കും, വണ്ടി പറന്നു പോകും, എവിടെയെങ്കിലും കൊണ്ട് ഈ പറമ്പിൽ കയറ്റും, അല്ല പക്ഷേ പാടത്ത് കയറ്റും, ഇതൊക്കെയാണ് സംഭവിക്കാറുള്ളത്. അതായാലും കൺട്രോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു 24 കിലോ വാട്ടിൻ്റെ അല്ല, നമുക്ക് HP തന്നെ പറയാം. അതായത് ഈ ഒരു 75 HP മോട്ടറുള്ള മോഡലിൽ 5.7 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. മറ്റേതാണെങ്കിൽ 6.7, ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പം 0 to 100 ഒട്ടും മോശമല്ല എന്നാണ് പറയേണ്ടത്. പിന്നെ ചാർജിങ്ങിൻ്റെ ടൈം നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ ചാർജിങ് ടൈം വളരെ കുറഞ്ഞ രീതിയിലാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് വളരെ ഉപയോഗം ഉള്ളൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് വാറണ്ടി ഇപ്പോൾ വന്നു കഴിഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലും ഫീച്ചേഴ്സ് ആയാലും, അതുപോലെ ഈ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആയാലും, കാണാനുള്ള ഭംഗിയായാലും, ഒരു പ്രീമിയംനെസ് ആയാലും, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു വാഹനത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് വളരെ ലോങ് ഡ്രൈവിന് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ടാറ്റ ടിയാഗോ EVയുടെ പ്രത്യേകത. അങ്ങനെ EV എന്ന് പറയുന്നത് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു വാഹനത്തെ ചൂണ്ടിക്കാണിക്കാം. പേടിക്കാതെ വാങ്ങിക്കാൻ പറ്റുന്ന, ചെറിയ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു EV, അത് തീർച്ചയായിട്ടും ടാറ്റ ടിയാഗോ EV മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കോമറ്റ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സിട്രൻ്റെ C3 ഉണ്ട്, അതിനൊക്കെ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. എന്തായാലും IP67 റേറ്റഡ് ലിക്വിഡ് കൂൾഡ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ വാറണ്ടി ലൈഫ് ടൈം തരുന്നുള്ളതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറയാം. അതോടൊപ്പം തന്നെ ചാർജറും തരുന്നുണ്ട്. ഹോം ചാർജറും കമ്പനി നിങ്ങൾക്ക് ഈ വിലയ്ക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നൊരു ഗംഭീര പാക്കേജ് എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ ടിയാഗോ EVയെ വിളിക്കാവുന്നത്. കണ്ടോ, മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇത്ര നേരം കനത്ത വെയിലായിരുന്നു. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയും പെയ്തു. ടാറ്റ ടിയാഗോ EVയുടെ ഈ ചാർജിങ് പോർട്ട് അത്ര സൗകര്യപ്രദമായ സ്ഥലത്താണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം എപ്പോഴും നമ്മൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലെ പോർച്ചൊക്കെ വെച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ പോർച്ചിലേക്ക് വാഹനം കൊണ്ട് നിർത്തുമ്പോൾ എപ്പോഴും ഫ്രണ്ടാണ് നേരെ ഓടിച്ച് കയറി നിർത്താനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് അത് ചാർജ് ചെയ്യാൻ കുത്താൻ എളുപ്പമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും റിവേഴ്സ് കയറ്റി മനോഹരമായിട്ട് ഇടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. എന്നെപ്പോലെയൊക്കെ ഓടിച്ച് കയറ്റി ഇടുന്നവരാണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഫ്രങ്ക് സ്പേസോ അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ വളരെ നീറ്റായിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ബോണ്ടിൻ്റെ ഉൾഭാഗമൊക്കെ കാണുന്നത്. ടാറ്റ വളരെ നീറ്റായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മോശമല്ലാതെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ചിട്ട് ബാക്കി വിലയൊക്കെ പറയാം അല്ലേ. അടയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി വില ഭാഗത്തേക്ക് വരാം. കോട്ടയംകാർ പറയുന്നത് വിലഭാഗം പറയാവേ.
വിലഭാഗം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 19 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ വില ആരംഭിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് 6.99 lakhs, 7 ലക്ഷം രൂപ. അതിൻ്റെ പ്യുവർ പ്ലസ് എന്ന് പറയുന്നത് തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 8.49 lakhs ആകും. അതിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് ഒന്നും ടോപ്പ് എൻഡ് മോഡലില്ല, അതിനാകെ 2 വേരിയൻസേ ഉള്ളൂ. എന്നാൽ അടുത്ത 24 കിലോ വാട്ടിൻ്റെ ഫസ്റ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 9.49 ലക്ഷം രൂപയും ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോൾ 9.99 ലക്ഷം രൂപയുമാണ്. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോഡൽ 9.99 lakhs-ൻ്റെതാണ്. എന്തായാലും വലിയൊരു കാര്യമാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന് ലൈഫ് ടൈം വാറണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷേ അത് 24 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിനേ ഉള്ളൂ ലൈഫ് ടൈം വാറണ്ടി. അതിൻ്റെ താഴെയുള്ള ഈ ഒരു 19 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷമാണ് വാറണ്ടി കിട്ടുന്നത്. 24 കിലോ വാട്ടിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമർക്കേ ഉള്ളൂ ലൈഫ് ടൈം വാറണ്ടി. അതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും വാറണ്ടി പീരീഡ് കുറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും എന്താണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരേണ്ടി വരും. അതായത് ഇതിൻ്റെ ടയർ സൈസും ഇതിൻ്റെ രൂപവും എല്ലാം തന്നെ ഒരു ഹൈവേ ക്രൂസറായിട്ടും അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പറ്റുന്ന വാഹനമായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. ഈ കോമറ്റ് പോലെ ഏറ്റവും അധികം കോമ്പറ്റ് ചെയ്യുന്ന ആ ഒരു മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. എന്തായാലും റിയൽ ടൈം റേഞ്ചായിട്ട് കമ്പനി പറയുന്നത് 24 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ 205 to 215 കിലോമീറ്ററാണ്. അതായത് 283 എന്നൊക്കെ പറഞ്ഞാൽ 215 വരെ കിട്ടുമെന്നാണ് കമ്പനി ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ 19 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ 160 to 170 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്ന് കമ്പനി പറയുന്നു. എന്തായാലും ഇനി റേഞ്ച് ആങ്സൈറ്റിക്ക് വലിയ സ്ഥാനമില്ല ടിയാഗോ ഇവിയുടെ കാര്യത്തിൽ. കാരണം നിങ്ങൾ റേഞ്ച് അല്പം കുറഞ്ഞാൽ പോലെ എവിടെ നിർത്തി കുറഞ്ഞ സമയം കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറും 18 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 100 കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം കിട്ടും. അതോടൊപ്പം തന്നെ 35 മിനിറ്റ് ചാർജ് ചെയ്യാനുള്ള ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും ഓടിച്ചു പോകാം. എന്ന് പറയുമ്പോൾ എവിടെയും ഓടിച്ചു പോകാവുന്ന അത്രയും റേഞ്ച് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കൊതുക് കടിക്കുന്നത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ ഇവിയുടെ വിശേഷം. എന്തായാലും ടാറ്റയുടെ ഓരോരോ പുതിയ വാഹനങ്ങൾ വരുമ്പോഴും അത് ഒരു വേൾഡ് ക്ലാസ് ആയി മാറുന്നുണ്ടെന്നുള്ള ഒരു സംശയമില്ല. സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പം വലിയ ഒരു പരാതികളില്ലാത്ത ഒരു സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ടാറ്റ വീണ്ടും ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക EV ലോകത്തും അല്ലാത്ത ലോകത്തും. എന്നാൽ ഇതൊക്കെ കാണുന്നുണ്ടോ മാരുതി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാരുതിയുടെ കുഞ്ഞ് EVക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കാൻ കാലം എത്രയായി. EVയുടെ കാര്യത്തിലെങ്കിലും നമ്മുടെ കേരളത്തിലെ CPMൻ്റെ അവസ്ഥയിലേക്കാണ് മാരുതി പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാരുതി അങ്ങനെ ആയാൽ പോരാ, നമ്മുടെ പാർട്ടിയും മാരുതിയും എത്രയും വേണം തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും നന്ദി.